നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും വളരെ സീനിയർ നേതാവുമായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയെ കാണാൻ പോയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കേരളം 2001 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുള്ളതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയിലാണ്, വല്ലാതെ പാപ്പരായിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത്, നിങ്ങളാരും ശ്രീ സതീശനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയരുത്. എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു, നിങ്ങൾ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ ചെയ്തു കളയരുത്, വല്ലാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കണം. ആദ്യമേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും, ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിലാവും. അതുകൊണ്ട് ജനങ്ങൾ കുറെ കയ്പുനീര് കുടിക്കട്ടെ, കയ്പുനീര് കുടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കേരളത്തിലെ സർക്കാർ 2001 അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. അവസാനം എല്ലാം ചെയ്യാൻ പറ്റിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുപോലെ ഇപ്പോഴും ആണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് വ്യക്തമായത്. 2001 കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് പിന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2026 ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെന്റ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വിളിച്ചത്. ഞാനത് എൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കല്ല, നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷക്കാലവും സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ്, സർക്കാരിന്റെ രേഖകൾ, അതുപോലെ CNDAG പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഏജൻസിയുടെ കണക്ക്, സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെന്റ് രേഖകൾ എല്ലാം അനുസരിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ നേരെയുള്ള ഉദാഹരണം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ വർഷം മാർച്ച് മാസം 31 വരെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31 എല്ലാ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1 ഞാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിന്റെ ട്രഷറിയിലുണ്ട്. പേയ്മെന്റ് എല്ലാ പേയ്മെന്റുകളും കൊടുത്തു, ക്യൂവിൽ നിൽക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്ത് ഏപ്രിൽ മാസത്തെയും കൂടി മാർച്ച് മാസം കൊടുത്തിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിഷുവിന് സാധാരണ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റിന് ഡിഫാൾട്ട് ഇല്ല, ആശുപത്രികൾക്ക് മറ്റു സ്ഥലത്തൊക്കെ. ആകെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ സമയത്ത് ഉറപ്പ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് DA/DR കുടിശ്ശിക. DA/DR കുടിശ്ശിക കഴിഞ്ഞ വർഷങ്ങളിലെ DA/DR കുടിശ്ശിക കുറച്ച് പണമുണ്ട്, അത് കൊടുത്തു തീർക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള 1-2 ഗഡുവിനുള്ള പണവും ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതിന് പണമുണ്ട്. അപ്പൊ ആ പണം അതിനകത്തുണ്ട്, ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി, അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല, ശ്രീ എ കെ ആന്റണിയെ പോലുള്ള ആൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. അപ്പൊ വസ്തുതകൾ വെച്ചേ പറയാറുള്ളൂ. അതേസമയം ഈ തുടക്കത്തിന്റെ സമയത്ത് ഇനി മനഃപൂർവ്വം നിങ്ങളൊക്കെ കയ്പുനീര് കുടിക്കേണ്ടി വരും, പണമില്ല എന്ന് പറയുന്ന ഒരു പല്ലവി പറയാനാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നാളെ തൊട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റിന് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ശ്രീ VD സതീശൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി മെമ്പറാണ്. ധനകാര്യ കാര്യങ്ങൾ ഏറ്റവും നന്നായി നോക്കുന്ന ആളാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നോക്കി ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ആ ഗ്യാരണ്ടികളെ കണക്ക് വെച്ചാൽ, കാരണം ഞാനല്ല വേറൊരാളായാലും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ മാത്രം എഴുതുന്ന അല്ലി കണക്ക് ട്രഷറി ഒക്കെ പബ്ലിക് അക്കൗണ്ട് എല്ലാം നമ്മുടെ പൊതു സുതാര്യമായ കാര്യമാണ്. അപ്പൊ അതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുവശം ഞാൻ പറയട്ടെ, ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരം വിട്ടൊഴിഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്നും UDF വരുമെന്നും ധരിച്ചവരല്ല. കാരണം 1ാം പിണറായി സർക്കാരിന് ശേഷം 2ാമത്തെ LDF ഗവൺമെന്റ് അന്ന് വരുമെന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കില്ല. ആദ്യമായിട്ട് അങ്ങോട്ട് ഗവൺമെന്റ് തുടർച്ചയായിട്ട് വന്നപ്പോൾ
ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു. വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശമ്പള പരിഷ്കരണത്തിന്റെ വലിയ ബാധ്യത ഉൾപ്പെടെ ഒറ്റ വർഷം കൊണ്ട് 30,000 കോടിയിലധികം വരുന്ന ചെലവ് വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ബാധ്യതകളെല്ലാം ഏറ്റെടുത്തു. കോവിഡ് കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് അതിന്റെ വലിയ പേയ്മെന്റുകൾ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തായാലും അതനുസരിച്ച് തന്നെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അതനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ഈ വർഷം സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് വീണ്ടും ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഭരിക്കേണ്ട തരത്തിലുള്ള കണക്കേ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാം. ധനകാര്യ കമ്മീഷന്റെ ടാക്സിന്റെ ഡ്യൂസി പൂളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം 1.92% ഉണ്ടായിരുന്നുള്ളൂ 15ാം ധനകാര്യ കമ്മീഷൻ സമയത്ത്. അതിപ്പോ 2.38% വർദ്ധിച്ചു. ഇനിയും വർദ്ധിക്കണമെന്നാണ് കേരളത്തിന്റെ അഭിപ്രായം. ഞങ്ങൾ വലിയ പ്രവർത്തനം നടത്തിയതാണ്. ആ വർദ്ധിച്ചത് കാരണം കഴിഞ്ഞ വർഷം കിട്ടിയ ടാക്സിന്റെ ഡ്യൂസി പൂളിൽ നിന്ന് കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ അധികമാണ് ഈ വർഷം കിട്ടുക. അത്രയും വ്യത്യാസം വന്നു. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ അതേ പെർസെന്റേജ് ആയിരുന്നെങ്കിൽ ഈ വർഷം കിട്ടുന്നതിനേക്കാളും 10,000 കോടി രൂപ അധികം കിട്ടും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 27,000 കോടി കിട്ടിയെങ്കിൽ ഈ വർഷം 37,000 കോടിയോളം കിട്ടും. 10,000 കോടി അത് വന്നു. പിന്നെ GSDPയുടെ വളർച്ച കാരണമുള്ള വരുമാന വർധന, അങ്ങനെ 10,25,000 കോടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണങ്ങളിൽ ചിലത് കിട്ടിയിട്ടില്ല. അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പോലുള്ളത് തന്നിട്ടില്ല. എന്നാലും നമുക്ക് ഇത്രയും പണം വരും. അപ്പൊ നന്നായി ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ശ്രീ VD സതീശനും അദ്ദേഹം മാത്രമല്ല ബാക്കി UDFും ഈ ഗ്യാരണ്ടികൾ പറഞ്ഞത്. അപ്പൊ ആ ഗ്യാരണ്ടി കൊടുക്കുന്നതിനൊക്കെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ അടുത്ത ദിവസം തൊട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അവര് ഇതൊക്കെ നോക്കി 2-3 മാസമൊക്കെ വേണ്ടി വരും പഠിക്കാൻ. അതൊക്കെ പഠിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കയ്പുനീര് കുടിക്കേണ്ടി വരുമെന്ന് ജനങ്ങളോട് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. അങ്ങനൊരു കാര്യം പറഞ്ഞ് പണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെ ഇനി പറഞ്ഞാൽ ജനങ്ങൾ അത് മനസ്സിലാക്കും. കാരണം ഇത്രയും കാഷ് ബാലൻസ് ഉള്ള ഒരു ഖജനാവ് ഏൽപ്പിക്കുകയും വരുമാനത്തിൽ വർധന വരികയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ തുടരുകയായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷൻ വെച്ചു. ആ കമ്മീഷനെ ഈ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് പോലെയുള്ള ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. ബാക്കി മുഴുവൻ പ്രഖ്യാപിച്ച DAയും DRും ഞങ്ങൾ കൊടുത്തു. ഏപ്രിൽ മുതൽ കൊടുത്തു തുടങ്ങി. അതിനകത്ത് കുറേയേറെ 10% ഇപ്പോൾ കൊടുത്തത്. ബാക്കി എല്ലാം തൊട്ടു മുമ്പത്തെ വർഷം കൊടുത്തു. അപ്പോൾ കൊടുത്തത് സെറ്റിൽ ചെയ്തതാണ്. നവംബർ മാസം മുതൽ നമ്മൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പണവും 1000 രൂപ വെച്ച് സ്ത്രീകൾക്ക്, പിന്നീട് 2000 രൂപയാക്കി ക്ഷേമ പെൻഷൻ, ഇതെല്ലാം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം കൊടുക്കാനുള്ള പണമുണ്ട്. ഇതുവരെ ഒരു ദിവസമെങ്കിലും കേരളത്തിൽ ഇതങ്ങനെ നിന്നുപോയോ? പത്രപ്രവർത്തകർക്ക് അറിയാമല്ലോ, പത്രങ്ങൾക്കുള്ള പരസ്യത്തിന്റെ പണം ബഡ്ജറ്റിൽ വെച്ചതിന്റെ 50% അധികം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു തീർത്തു. എന്നുവെച്ചാൽ ബഡ്ജറ്റിൽ വെച്ചത് കൊടുത്തു 100 രൂപയാണെങ്കിൽ 50 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്തു. കാരണം മുഴുവൻ പഴയ പത്രങ്ങൾക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതുകൊണ്ട് പഴയ പെൻഡിംഗ് ഒക്കെ കൊടുത്തു തീർത്തു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് ശ്രീ AK ആന്റണിയെ പോലെ ബഹുമാനായ ഒരു ഉന്നത നേതാവിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും കണക്കുകളുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാള്, വളരെ ഉയർന്ന പദവികൾ വഹിച്ച ഒരാള്, വളരെ നേരത്തെ മുഖ്യമന്ത്രിയായിരിക്കുകയും പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരിക്കുകയും ചെയ്യുന്ന ആള് ഉത്തരവാദിത്തരഹിതമായി കാര്യങ്ങൾ പറയുന്നുവെന്ന് ഉദ്യോഗസ്ഥന്മാർക്കും സാമ്പത്തിക വിദഗ്ധന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തോന്നാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് സത്യസന്ധമായിരിക്കണമെന്നുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. രാഷ്ട്രീയം അദ്ദേഹം കോൺഗ്രസും ഞാൻ CPIM ഒക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ, ഇപ്പോഴും ആണല്ലോ, സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും. അപ്പൊ അദ്ദേഹം ആ കാര്യം പറഞ്ഞതിനകത്ത് വലിയ വിഷമമുണ്ട്. ഇങ്ങനെ പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വിഷമം ഉണ്ടാവാൻ ഒരു ഘടകമുണ്ട്. 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച 3 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. 1 ഹിമാചൽ പ്രദേശ്, 2 കർണാടക, 3 തെലങ്കാന. ഈ 3 സ്ഥലത്തും ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്നു. അവർക്ക് കിട്ടാത്ത പണത്തിന്റെ പ്രശ്നം പറഞ്ഞു. അവർ 30% വെട്ടിക്കുറച്ചു ശമ്പളം. തെലങ്കാനയില് പെൻഷനായവരുടെ പെൻഷൻ ബെനിഫിറ്റ് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. വലിയ സമരം നടക്കുകയാണ്. ചില IFS IPS ഓഫീസർമാർ തന്നെ, ഫോറസ്റ്റ് സർവീസും അതുപോലെ മറ്റു ഓഫീസർമാർ കോടതിയിൽ പോയതിന്റെ വാർത്തകൾ വരുന്നു. അതിന്റെ പേപ്പർ കട്ടിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുന്നു കരുതുന്നു. കർണാടകത്തിൽ ഏപ്രിൽ മാസത്തിൽ ശമ്പളം കൊടുക്കാൻ 2-3 ആഴ്ച വൈകി എന്നാണ് കേട്ടത്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെയും ആ ബുദ്ധിമുട്ട് വന്നേക്കാം എന്ന് കരുതി മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ശ്രീ AK ആന്റണി പറഞ്ഞതാണെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാം. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ മേളിൽ ചാരാൻ പാടില്ല. കാരണം ഈ കണക്കുകൾ വെച്ചാൽ പറഞ്ഞത്. ഇത് പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കാര്യം സംബന്ധിച്ച് ദൂരീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയും. കാരണം അത്രയേറെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ മാറ്റം വന്നു. വെറുതെ അല്ല,
നമ്മുടെ വരുമാനം, ആഭ്യന്തര വരുമാനം തന്നെ, നമ്മുടെ സ്വന്തം വരുമാനം കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ വെട്ടിക്കുറച്ചു എങ്കിലും നമ്മുടെ ആഭ്യന്തര വരുമാനം ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചു. നമുക്ക് ഓരോ വർഷം, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വർഷം കിഫ്ബിയുടെയും മറ്റും പേരിൽ 10,000 കോടിയോളം വെട്ടിക്കുറച്ചിട്ടുണ്ട്, പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെയും പേരിൽ. അങ്ങനെ പലതരത്തിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടും നമ്മൾ ഈ ഇലക്ഷൻ ഇയർ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരും എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും. കുറച്ച് രാഷ്ട്രീയമായ ഒരു സമീപനം കാണുമല്ലോ കേന്ദ്ര ഗവൺമെന്റിന്. അപ്പോൾ അത് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരു കാര്യത്തിലും പോരായ്മ വരാതെ ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാകെ ഈ ഗവൺമെന്റിന് വന്ന സപ്പോർട്ടാണ്. അപ്പോൾ അത് തുടക്കത്തിലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ കല്ലുകടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ശ്രീ എ കെ ആന്റണി ആദ്യമായിട്ടൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കാണാനായിട്ട് നിയുക്ത മുഖ്യമന്ത്രി പോകുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ആകെ മനസ്സിലൊരു ആശങ്കയുണ്ട്. ആശങ്കയെ അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അപ്പം അങ്ങനെ പറഞ്ഞിട്ടല്ല പോകേണ്ടത്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും BJP വിരുദ്ധ സംസ്ഥാന ഗവൺമെന്റുകളെ. അവരുടെ കണ്ണിലെ കരടായിരുന്ന 2-3 സംസ്ഥാന സർക്കാരുകളെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് തൂത്തെറിയാൻ പലതരത്തിലും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കേരളമാണ്. തമിഴ്നാടും ബംഗാളും അവിടുത്തെ മുഖ്യമന്ത്രിമാർ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന അവസ്ഥ വന്നു. അവരുടെ തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനങ്ങളിൽ പോയി ആരും പ്രതീക്ഷിച്ചല്ല. അപ്പൊ BJPക്ക് എതിരായിട്ട് ഏറ്റവും ശക്തമായി നിന്നിരുന്ന സംസ്ഥാനങ്ങളായ ഞാൻ ഈ പറഞ്ഞ കേരളം, തമിഴ്നാട്, ബംഗാൾ, പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട് ബംഗാളിലെ ഗവൺമെന്റും ഞങ്ങളുമായിട്ടൊക്കെ. പക്ഷെ ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ അവരുടെ കടന്നുകയറ്റത്തെ പറ്റി നമുക്കറിയാം. എന്തായാലും കോൺഗ്രസ് വിചാരിക്കുന്ന അജണ്ട, കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്ന, BJP വിചാരിക്കുന്ന അജണ്ട വളരെ സുഖകരമായി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിക്കാൻ 3 സ്റ്റേറ്റുകൂടെ അവരുടെ കിട്ടി. കേരളത്തിലും BJPയുടെ ലക്ഷ്യത്തിനകത്ത് ഇടതുപക്ഷം എന്തായാലും അധികാരത്തിൽ തുടരുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കണക്കുണ്ടാവുമല്ലോ. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു കാണും. അതിന്റെയൊക്കെ വിലയിരുത്തലും അനാലിസിസും ഒക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റാണ്. ആ കോൺഗ്രസ് ഗവൺമെന്റിനെ, UDF ഗവൺമെന്റിനെ നന്നായി ഉപദ്രവിക്കാൻ നേരത്തെ LDF ഗവൺമെന്റിനോട് കാണിച്ച സമീപനം തന്നെ അവർ തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം ഉപദ്രവിക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. അങ്ങനൊരു നയം എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ അതിശക്തമായ ശബ്ദം ഉയർത്താൻ ഞങ്ങളും ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ, കേരളത്തിൽ കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനായി സഹകരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ഇടതുപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ കേന്ദ്രത്തിന്റെ സമീപനങ്ങളെ യോജിക്കുന്നേ ഇല്ല. പക്ഷേ നിലവിൽ ചെയ്യാൻ ഇത്രയേറെ സാഹചര്യത്തിനിടയിലും കഴിഞ്ഞ 10-30 വർഷക്കാലത്തെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കുറച്ച് കടമെടുത്ത ഒരു ഘട്ടമാണിത്. ശതമാന കണക്ക് 39%. ആകെ GST ഇപ്പോൾ 39% കടവായെടുത്തുന്ന 5% കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വന്നു. ഈ വർഷത്തെ ടാക്സിന്റെ വരുമാനവും കഴിഞ്ഞ വർഷത്തെ ടാക്സിന്റെ വരുമാനം നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ 4-5 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് ഈ ഏപ്രിലിൽ നോക്കിയാൽ. അപ്പൊ അങ്ങനെ സംസ്ഥാനത്തിലെ നടന്ന പ്രവർത്തനങ്ങളെ ദോഷപ്പെടുത്തി പറയാൻ പാടില്ല. വേറൊരു കാര്യവും ശ്രീ എ കെ ആന്റണിയുടെ പ്രസ്താവന ആളുകൾ വിശ്വസിച്ചാലുണ്ടാവുന്ന അപകടമുണ്ട്. ഇവിടെ ആകെ മിസ്മാനേജ്മെന്റ് ആണെന്ന് ആദ്യം തന്നെ വന്നപ്പോഴത്തേക്ക് പൂച്ച വെച്ച് കിടക്കുന്ന കഥയൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന അദ്ദേഹം പറഞ്ഞു മിസ്മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട മാനേജ്മെന്റ് ഉള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള കണക്കുകൾ കിടക്കുമ്പോൾ മിസ്മാനേജ്മെന്റ് ആണെന്ന് ഇവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന അപകടം എന്താ? കേരളത്തിന് അർഹമായി കിട്ടാനുള്ള തുക കിട്ടാതെ വരും. കേരളത്തിന് അർഹമായ കിട്ടാനുള്ള തുക തന്നെ നിങ്ങൾ തന്നെ പറയല്ലേ മിസ്മാനേജ്മെന്റ് ആണെന്ന് എന്ന് പറയും. മിസ്മാനേജ്മെന്റ് അല്ല, രേഖകൾ നോക്കിയാൽ റിസർവ് ബാങ്കിന്റെ കണക്കിൽ, സിയാൻഡേജിയുടെ കണക്കിൽ ഒക്കെ കേരളത്തിന്റെ ഫിനാൻഷ്യൽ ഓരോ മേഖലയിലും അതിന്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻകത്തിന്റെ ഗ്രോത്ത്, മറ്റു മാനേജ്മെന്റിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് ശക്തമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അപ്പൊ ഇവിടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയാനോ ശ്രീ എ കെ ആന്റണിയെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കണക്കുകളും കാര്യങ്ങളുമായി നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും എല്ലാ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ടീമിനും ഇത് സംബന്ധിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യം പൊതുവെ സംരക്ഷിക്കണം, സത്യമായി കാര്യങ്ങൾ പറയണം, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന്റെ താല്പര്യം എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്നതിന് എല്ലാവർക്കും പിന്തുണയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ ആവശ്യങ്ങളും കണക്കുകളും കാര്യങ്ങളും വേണമെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണുകയും പറയുകയും ചെയ്യാം. അതിനായിട്ടാണ് വിളിച്ചത്. സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുകയും സത്യസന്ധമായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിന് തുടക്കത്തിൽ തന്നെ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന. ശ്രീ എ കെ ആന്റണി അദ്ദേഹത്തെ പോലെ വളരെ ഉയർന്ന പാരമ്പര്യമുള്ള ഒരാൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അങ്ങനല്ല. ഡിവിസിബിൾ പൂളിന്റെ വർധന അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞു പോയ സംസ്ഥാനമാണ് കേരളം. 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നമുക്ക് ആകെ 100 രൂപ കേരളത്തിൽ ഇന്ത്യയിൽ അവർ താഴോട്ട് കൊടുക്കുമ്പോൾ ആ 100 രൂപയിൽ 3 രൂപ 82 പൈസ നമുക്ക് കിട്ടുമായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് വന്നപ്പോൾ അത് 1 രൂപ 92 പൈസയായി, നേരെ പകുതിയായിപ്പോയി. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ പറഞ്ഞതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. കേരളത്തിന് നല്ല വികസനമായിപ്പോയി, നല്ല വിദ്യാഭ്യാസമായിപ്പോയി, നല്ല ആരോഗ്യരംഗമായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ പണം തരണ്ടെന്നാണ് അവരുടെ കണക്ക്. നമ്മൾ ഈ കാര്യത്തിനകത്ത് കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളും എടുത്ത് ഇപ്രാവശ്യം വലിയൊരു പദ്ധതി നടപ്പിലാക്കി. അതിനകത്ത് ഭരണപക്ഷം മാത്രമല്ല, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിച്ചു. അക്കാഡമിക് പണ്ഡിതന്മാരെല്ലാം ഡേറ്റ കണക്കുകളെല്ലാം കൊടുത്തു. അങ്ങനെ അവാർഡ് വന്നപ്പോൾ നമുക്ക് അത് 2.32 ആയി. അതിന്റെ ഗുണം കിട്ടുന്നത് ഈ ഏപ്രിൽ 1 മുതലാണ്. അപ്പൊ ഏപ്രിൽ 1 മുതലാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊന്നും നമ്മൾ ആശങ്കപ്പെട്ടില്ല. അതേ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വീണ്ടും LDF ഗവൺമെന്റ് തന്നെ തുടർന്ന് വരും എന്നുള്ള നിലയിൽ തന്നെ. അല്ലെങ്കിൽ എപ്പോഴും ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് മാറുകയും പുതിയതും വന്നുകയും ചെയ്യാം. പക്ഷേ ഗവൺമെന്റുകൾ കൃത്യമായി പോകണമെങ്കിൽ ഗവൺമെന്റിന് ആവശ്യമായ സംസ്ഥാനത്തിന് അർഹമായ പണം കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിയതിന്റെ ഭാഗമായി 16ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡിൽ കേരളത്തിന് 2.38 കിട്ടി. 2.38 എന്ന് പറഞ്ഞാൽ ഈ 1.992 നിന്നും 2.38 വരുമ്പോൾ ഒരു വർഷം 10,000 കോടി രൂപയാണ് അധികം വരുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയത് 27,000 കോടി രൂപയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ പറയാം. ഈ വർഷം അത് 37,000 കോടി രൂപയാവും. അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ ഇനിയും കൂടും. കാരണം ഓരോ വർഷവും കേന്ദ്രത്തിന്റെ വരുമാനം വർദ്ധിക്കുമല്ലോ. 10% വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇവിടെ കൂടും. അങ്ങനെ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും ഇപ്പൊ പുതുതായി ധനകാര്യമന്ത്രിയായി ചുമതലയേക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വകുപ്പിൽ 10,000 കോടി രൂപ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അധികം കിട്ടി. ഇത് UDF ആണോ LDF ആണോ എന്നുള്ളതല്ല, കേരളത്തിന്റെ ഗവൺമെന്റ് 10,000 കോടി അധികം കിട്ടി. അതിനൊപ്പമാണ് ഞാൻ പറഞ്ഞത് 4,000 കോടി എന്ന് ബാലൻസ് ഉണ്ടായിരുന്ന 4,000 കോടിയിൽ അതിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത്രയും വരുമാന വർധന അവിടെ വരുന്നു, ടാക്സിന്റെ മറ്റും വരുമാനം ഇത് കൂടാതെ വരുന്നു. അങ്ങനെ ഒരു ഫിനാൻഷ്യലി കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിട്ടാണ് ഞങ്ങളിപ്പോ ഈ ചുമതല ഒഴിയുന്നത്. കഴിഞ്ഞ 10-30 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൊട്ടുമുമ്പത്തെ ഗവൺമെന്റ് കോവിഡ് സമയമാണ്. ഐസക് ധനകാര്യമന്ത്രിയായിരുന്നു 1ാം പിണറായി സർക്കാർ. കോവിഡിന്റേതായ ഒത്തിരി പരിമിതി ഉണ്ടായിരുന്നു. അതുപോലെ കുറെ സഹായങ്ങൾ കിട്ടുമായിരുന്നു, ലോൺ കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പം കുറെ പേയ്മെന്റ് ഡ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കോവിഡിന്റേതായ ചെലവ്, എന്നാലും നല്ലപോലെ തന്നെ അവസാനിപ്പിച്ചു. അതിന് തൊട്ടുമുമ്പത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനിച്ചത് എങ്ങനെയാ? 18 മാസത്തെ ക്ഷേമ പെൻഷനെ സംബന്ധിച്ചുള്ള വാർത്തകൾ എപ്പോഴും വരാറുണ്ടല്ലോ. വലിയ തോതിലുള്ള പേയ്മെന്റ് ഡ്യൂസ് ഉണ്ടായിരുന്നു. 2016 അവസാനിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. VS ഗവൺമെന്റിന്റെ സമയത്ത് അത്രയും കാര്യങ്ങളുടെ പ്രശ്നമില്ല. 2001 നയനാർ ഗവൺമെന്റ് അവസാനിപ്പിച്ചതിനെ പറ്റിയാണ് ശ്രീ A. കാരണി ഇപ്പോഴും പറയുന്നത്. ആ തരത്തിലുള്ള എന്തെങ്കിലും സംഭവം ഈ ഗവൺമെന്റ് ഇത്രയേറെ ബാധ്യത ഏറ്റെടുക്കുകയും കേന്ദ്രം വലിയ തോതിൽ പൈസ വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്ത സമയത്തും ഏതെങ്കിലും പേയ്മെന്റിന്റെ കാര്യത്തിൽ ഡ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? KSRTC ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ പേയ്മെന്റ് കൊടുത്തു തുടങ്ങിയത്, ഇത്രയും കൊടുത്തു തുടങ്ങിയത് ഈ 5 വർഷക്കാലമാണ്. അപ്പൊ അങ്ങനെ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് കൂടുതൽ മെച്ചപ്പെടണം. ആരാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അർഹമായത് ഉൾപ്പെടെ കിട്ടാൻ കൂടുതൽ പ്രവർത്തനം നടത്തണം. അപ്പോൾ ഡിവിസിബിൾ പൂളിൽ വന്നേക്കുന്ന ഈ 10,000 കോടിയുടെ വർധന 5ാം വർഷമാകുമ്പോൾ അതൊരു 15,000 കോടിയെങ്കിലും ഒരു വർഷം അധികം ആ തരത്തിൽ വർദ്ധിച്ചു വരുന്ന തുക ഉൾപ്പെടെ അവർക്കുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതായിരിക്കും. ഇടതുപക്ഷമാണെങ്കിൽ കുഴപ്പത്തിലായിരിക്കും ചെയ്തേക്കുന്നത്. 10 വർഷക്കാലം മൊത്തം നശിച്ചു എന്നങ്ങ് പറയാൻ പാടില്ല എന്നുള്ളതാ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഇടതുപക്ഷമാണെങ്കിൽ ഇത്രയും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവാം. തെരഞ്ഞെടുപ്പിനകത്ത് കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾ ജയിച്ചു, ഞങ്ങൾക്ക് ജയം ഉണ്ടായില്ല, ഞങ്ങൾ പ്രതിപക്ഷമായി എന്നൊക്കെയുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് സ്റ്റേറ്റിന്റെ കാര്യത്തിനുള്ള പൊതു താല്പര്യവും നടത്തേണ്ട കാര്യങ്ങളും ഒക്കെ ഇത് പറഞ്ഞിട്ട് ഒഴിയാൻ പാടില്ല. എന്തിനാ ഇത് പറയുമ്പോഴുള്ള സംശയം? ഞാനിപ്പം ഗവൺമെന്റ് സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ അതിനപ്പുറം വിമർശനം പറയാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. ഇത്രയും ആദ്യം പറയുന്നത് എന്താ? ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ആ മുൻകൂർ ജാമ്യം വളരെ വലിയൊരു നിയമപണ്ഡിതനായ ഒരു വക്കീൽ ഉപദേശിച്ചു കൊടുക്കുന്ന പോലെ ഒരാളാണ് ശ്രീ A. കാരണി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം എടുക്കുന്ന എപ്പോഴാ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്ന പോലെ മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയും ചെറിയൊരു മനുഷ്യനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷേ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ പറയാം, ഗവൺമെന്റ് 5 ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാരണ്ടി ഒന്നും നടപ്പിലാക്കാതിരിക്കാനുള്ള പരിപാടി. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, തെറ്റായ കാര്യം പറയുന്നത് വേണം എനിക്ക് പറയാം. ഞാനത് പറയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ നോക്കാതായിരിക്കും ഞാൻ അദ്ദേഹത്തെ കണ്ട് ഈ ഡീറ്റെയിൽസും നമ്മുടെ CNTG അല്ലെങ്കിൽ ബഡ്ജറ്റ് റിപ്പോർട്ട് എല്ലാം കൂടെ കൊടുത്ത് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി ചുമതല മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയായിരുന്ന ഇന്നിപ്പോ
കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിയും AICC നേതൃത്വവും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള അഡ്വൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശ്വസിക്കുന്ന ഒരാളും അദ്ദേഹമാണെന്നാണ് വാർത്തകൾ. അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ജനം വിശ്വസിക്കും. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഡാറ്റ കൃത്യമായിട്ട് കയ്യിലില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ജനങ്ങളുടെ അടുത്തേക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ പറയും, നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ ആൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയില്ല, അത് മാജിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? കൈ കിട്ടിയതാണ്. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല കേട്ടോ, നിങ്ങൾക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവർക്ക് ശമ്പളം കിട്ടിയതാണ്. ശമ്പളത്തിന്റെയും DA-യുടെ എല്ലാം വർധന കിട്ടിയ ആളുകളോട് നിങ്ങൾക്കൊന്നും ഇത്രയും കാലം കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? അവർക്കെല്ലാം കിട്ടിയതാണ്. അപ്പൊ കിട്ടിയ കാര്യങ്ങൾ കിട്ടിയതാണ്. ഇനി അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കേരളം ഇതേപോലെ തകർന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. അതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അല്ല, സാമ്പത്തിക കാര്യങ്ങളുടെ കണ്ണാടി എന്ന് പറഞ്ഞ വൈറ്റ് പേപ്പർ അല്ല. നമ്മുടെ ബഡ്ജറ്റ് ഡോക്യുമെന്റ്സും CA&G പറയുന്ന രേഖകളും അതുപോലെ അക്കൗണ്ടും റിസർവ് ബാങ്ക് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് രേഖകളുമാണ്. എന്തിനാ വൈറ്റ് പേപ്പർ ഇറക്കുന്നേ? നിങ്ങളുടെ ഈ രേഖകളൊന്നും കിട്ടാത്ത ആളുകൾ ഇതാ ഒരു വൈറ്റ് പേപ്പർ ഇറക്കുന്നു, അല്ലെങ്കിൽ പറയുന്നത് ഇതാണ് ഞങ്ങളുടെ വൈറ്റ് പേപ്പർ എന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാ? അടിസ്ഥാന ഘടകങ്ങൾ ഈ രേഖകളാ. ഈ രേഖകളൊക്കെ വെച്ച് നോക്കിയിട്ടാണ് എപ്പോഴും വൈറ്റ് പേപ്പർ ഇറക്കുക. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാം നോക്കി പറയുന്ന ഒരു പ്രയോഗമാണല്ലോ. അപ്പൊ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന അല്ല അടിസ്ഥാന രേഖ. അടിസ്ഥാന രേഖ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഡേറ്റയും ഡോക്യുമെന്റ്സും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്? ഞാനീ പറഞ്ഞു, ഫിനാൻസ് കമ്മീഷന്റെ 15ാം ഫിനാൻസ് കമ്മീഷനിൽ നിന്നും 16ാം ഫിനാൻസ് കമ്മീഷനിലേക്ക് വന്നപ്പോൾ ഈ വർഷം ഏപ്രിൽ 1 മുതൽ 10,000 കോടി രൂപ മിനിമം ഒരു വർഷം അധികം കിട്ടും. അതിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് നിലവിലുള്ള ഗവൺമെന്റാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. അപ്പം കഴിഞ്ഞൊരു 10, 20, 30 വർഷക്കാലത്തെ ഒരു 5 വർഷക്കാലത്തെ ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എൻഡ് ചെയ്ത് അടുത്ത ഗവൺമെന്റിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്രയും സ്മൂത്തായി വന്ന സമയം വളരെ കുറവാണ് എല്ലാ മേഖലയിലും. എന്നാൽ പേയ്മെന്റ് വളരെ കൂടുതലായിരുന്നു ഈ സമയത്ത്. കണക്കുകൾ ഞാൻ പറയാത്തതാണ്. 1,15,000 കോടിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്തെ ആനുവൽ എക്സ്പെൻഡിച്ചർ. ഇത് 1,75,000 കോടിയാണ് ഈ 5 വർഷം എടുക്കുമ്പോൾ ഓരോ വർഷം ശരാശരി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് വർഷം 70,000 കോടിയാണ്. ആ തരത്തിൽ ഗ്രോത്ത് പുറകോട്ട് പോയില്ല. 2 ലക്ഷം കോടിയിലേക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്തി. അപ്പൊ അങ്ങനെ ഗ്രോത്ത് വന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ കണക്കല്ലേ ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഇത്രയും പണം ചെലവാക്കിയതിന് വേറൊരു വൈറ്റ് പേപ്പറും വേണ്ട. ശമ്പളം 1 ലക്ഷം 50,000 കിട്ടിക്കൊണ്ടിരുന്ന ആക്ക് 75,000 രൂപ മേടിക്കുന്ന ആക്കറിയാമല്ലോ, ഒരു വൈറ്റ് പേപ്പറും വേണ്ട. എന്റെ ഇതായിട്ട് കറൻസി പേപ്പറുണ്ട്. അവരുടെ കയ്യിൽ ശമ്പളം കിട്ടിയില്ലേ, അവർക്ക് വരുമാനം കിട്ടിയില്ലേ, അവർക്ക് ശമ്പള പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ DA-യുടെ എല്ലാം ഇത് അവരുടെ ശമ്പളമായിട്ട് കിട്ടിയില്ലേ. പിന്നെ 18 മാസം പെൻഷൻ കിട്ടാതിരുന്ന ആളുകൾക്ക് കൃത്യമായി പെൻഷൻ കിട്ടിയെന്ന് മാത്രമല്ല 2,000 രൂപ വെച്ച് അവസാനം കിട്ടിയില്ലേ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 10-12 ലക്ഷം ആളുകൾക്ക് ഇപ്പൊ 1,000 രൂപ വെച്ച് മാസം കിട്ടുന്നുണ്ട്. കിട്ടുന്നതല്ലേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പർ ആളുകളുടെ കയ്യിലുണ്ട്. പിന്നെ വൈറ്റ് പേപ്പർ സാധാരണഗതിയിൽ അവർ കുറച്ച് കണക്കൊക്കെ പറഞ്ഞോട്ടെ, അവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട. പക്ഷെ അതൊക്കെ അവർ തയ്യാറാക്കി പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആവാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു അദ്ദേഹം വരുമ്പോൾ അവിടെ വെച്ച് തന്നെ പറയുക, നിങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ, പണ്ട് എനിക്കും ഇങ്ങനെ അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നത് തുടക്കത്തിലെ ഈ ഒരു ശകനം ഇവര് പറയത്തില്ലയോ, ഈ പ്രയോഗം ഉണ്ടല്ലോ, എന്തുവാ ഈ മൂക്കുമുറിച്ച് ശകനം മുടക്കുക എന്നൊക്കെ പറയുന്ന പ്രയോഗം പോലെ അദ്ദേഹം തന്നെ വിഷമിച്ച് കാണും ചിലപ്പോൾ. ഒരു പക്ഷേ ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം ഇതെല്ലാം ഉടനെ കൊടുക്കാൻ നിൽക്കുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞ് അതൊക്കെ അവരുടെ കാര്യം. ഞാൻ പറഞ്ഞത് അതൊക്കെ അവർ പറഞ്ഞോട്ടെ. പിന്നെ അദ്ദേഹം ചെല്ലുമ്പോൾ ഒരു അഡ്വൈസ് ആയിരിക്കും. നമ്മുടെ പ്രശ്നം ഇല്ലാത്ത കാര്യം ആരോപിക്കാൻ പാടില്ല. അത് 100% ആത്മാർത്ഥതയോടെയും ആത്മവിശ്വാസത്തോടെ ഞാൻ പറയാം. ആത്മാർത്ഥത കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, ആത്മവിശ്വാസത്തോടെ ഞാൻ പറയാം. ഈ കണക്കും കാര്യവും പണവും എല്ലാം ഉണ്ട്. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് പിടിച്ചിങ്ങനെ മുന്നോട്ട് പോയത്. ഏറ്റവും നന്നായി ഇന്ത്യയിൽ പ്രവർത്തിച്ച സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നാണ് എന്ന് എല്ലാവരും റാങ്ക് ചെയ്യുന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അത് കണ്ടിട്ടായിരിക്കും, ആശങ്കപ്പെട്ടായിരിക്കും ശ്രീ AK ആന്റണി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷെ അതിന് ഇല്ലാത്ത കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ മുകളിലേക്ക് ചാരാൻ പാടില്ല. അദ്ദേഹത്തെ പോലൊരാൾ, വേറൊരാൾ പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അദ്ദേഹത്തെ പോലൊരാൾ, കാരണം ഇതൊക്കെ അദ്ദേഹത്തെ പോലെ ആളുകൾ
പറയുന്നത് ജനവിശ്വാസത്തിലേക്ക് ഞങ്ങളും ആ റെസ്പെക്ടോടുകൂടി തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ആ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കാതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ കരുതുന്നു. കാരണം മനഃപൂർവ്വം പറയത്തില്ലല്ലോ അദ്ദേഹത്തെ പോലെ ആൾ. അപ്പൊ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ ഡേറ്റയും ഡീറ്റെയിൽസും കൊടുത്ത് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനോടത് ഡീറ്റെയിൽസ് കൊടുക്കാം. അത് ധവളപത്രം ധവളപത്രം ഓരോ ഗവൺമെന്റ് കഴിയുമ്പോൾ അടുത്ത ഗവൺമെന്റ് പറയും ഞങ്ങൾക്ക് ഇന്ന കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രതിവർഷം ഒരു ഗവൺമെന്റ് മാറി വേറൊരു ഗവൺമെന്റ് വരുമ്പോൾ പലപ്പോഴും പറയാൻ, പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങനെ പറയാറുണ്ട്. അതും ഡേറ്റ വെച്ചേ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഡേറ്റ വെച്ചേ പറയാൻ പറ്റുള്ളൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഡേറ്റ വെച്ച് നോക്കുമ്പം UDF ഗവൺമെന്റിന്റെ ചെലവിന്റെ ഇരട്ടി അടുത്ത 5 വർഷം, അതിനേക്കാളും ഇരട്ടി 5 വർഷം അങ്ങനെ ചെലവായിട്ടുണ്ട്. ആളുകൾക്ക് പണം കിട്ടിയിട്ടുണ്ട്, ആളുകൾ മേടിച്ചിട്ടുണ്ട്, അത്രയും ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. നാട്ടിൽ ഈ കാര്യങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. ആ ധവളപത്രം ഇറക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, യഥാർത്ഥത്തിൽ എന്താ വസ്തുത എന്നുള്ളതാണ്. ധവളപത്രം ഇറക്കുകയും ചെയ്യുകയും ചെയ്യാം, പറയട്ടെ. അപ്പോൾ നമുക്കും പറയാമല്ലോ, അത് നിയമസഭയിലുണ്ട്, പുറത്തുണ്ട്, എല്ലായിടത്തും പറയാമല്ലോ. അക്കാര്യത്തിനകത്ത് സംശയമില്ല. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ ടിക്കറ്റ് പോലും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും ഒക്കെയാണ്. ടിക്കറ്റ് പോലും എടുക്കാൻ പണമില്ലായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ലെന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷൻ 18 മാസക്കാലം വരെ കൊടുക്കാതിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ പറ്റിയുള്ള വാർത്തകൾ പലപ്പോഴും വരാറുണ്ട്. അന്ന് ഇതിന്റെ പിന്നാലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പെട്രോളിന്റെ വില ഇപ്പൊ കൂട്ടി, ഡീസലിന്റെ കൂട്ടി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇപ്പൊ കൂട്ടുമ്പം അന്തർദേശീയ രംഗത്ത് ഇച്ചിരി കൂടി എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അന്തർദേശീയ രംഗത്ത് വലിയ തോതിൽ കുറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അന്ന് കുറച്ചോ? അന്ന് കുറച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ നമ്പർ കുറച്ചു, സ്റ്റേറ്റുകളോട് കുറയ്ക്കാൻ പറഞ്ഞു, സ്റ്റേറ്റുകളും ചേർത്ത് കുറയ്ക്കുന്നുണ്ട്, ഇലക്ട്രിക് വാഹനമാക്കുന്നു. അതൊക്കെ പറയുന്നത് കൊള്ളാം. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് വല്ലാത്ത ഭാരം ജനങ്ങളുടെ മേളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് സംശയമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭാരം വരുമെന്നുണ്ടെങ്കിൽ ആ ഭാരത്തിന്റെ കാര്യം പറയുന്നത് കറക്റ്റാണ്. പക്ഷെ ഇവിടെ എല്ലാ പണവും അഡ്വാൻസ് കൊടുത്ത് എല്ലാ പണവും കിട്ടി, ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് വന്ന് പറയുക നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കത്തില്ല, ഏത് പത്രം ഇറക്കിയാലും. അതേ ഉള്ളു കാര്യം. ഇത് ഞങ്ങൾ പലപ്പോഴും നിയമസഭയിലും ഡിബേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചില സമയത്ത് അവർ ഡിബേറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പൊ ഞാൻ അതൊക്കെ സാധാരണയാണ്. പക്ഷെ ഇത് അദ്ദേഹം ശ്രീ എ കെ ആന്റണി ഇത് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വീണ്ടും പറയണമെന്ന് വെച്ചത്. കാരണം അദ്ദേഹം ആദ്യം തന്നെ അത് പറഞ്ഞിടുന്നത് അത്ര ശരിയായ ഒരു സന്ദേശമല്ല നൽകുക. അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇല്ല, സാലറി നടപ്പിലാക്കിയല്ലോ. ശമ്പള പരിഷ്കരണമാണല്ലോ ഉദ്ദേശിച്ചത്. ശമ്പള പരിഷ്കരണം എന്ന് ഞാൻ സാധാരണ എങ്ങനെയാ, അതുവരെയുള്ള DA ശമ്പളത്തിൽ മെർജ് ചെയ്യും. അല്ല, പുതിയ കമ്മീഷൻ വരുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ DA മെർജ് ചെയ്തതിനു ശേഷം ഈ കമ്മീഷൻ പിന്നീടുള്ള ചെലവുകളും വർധനയൊക്കെ നോക്കിയിട്ട് അതിന് ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് ചെറിയൊരു ശതമാനം കൊടുക്കും. ഇവിടെ നിങ്ങൾ തന്നെ എഴുതിയിരുന്നു, നിങ്ങളുടെ പത്രങ്ങൾ എഴുതിയിരുന്നു, പിന്നെ ഈ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി കൊടുക്കാനുള്ള DA 10% കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ നിയമസഭ പറഞ്ഞു അത് ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് കൊടുക്കും, April 1 മുതൽ കൊടുക്കുമെന്നാണ് ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞത്. April 1 10% വെച്ച് DAയും DRും എല്ലാവർക്കും കൊടുത്തു. അതിനു മുമ്പ് 18%, അതിന് തൊട്ട് മുമ്പത്തെ വർഷം എല്ലാം കൊടുത്തു തീർത്തു. അതുകൊണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനുമായിട്ട് ഇതിന് വലിയ ബന്ധമില്ല. പരിഷ്കരണ കമ്മീഷനിൽ നിന്ന് ഇനി വരാവുന്ന ആകെ ചെറിയ എത്രയാണോ കമ്മീഷൻ തീരുമാനിക്കുന്ന മറ്റാനുകൂല്യങ്ങളേ ഉള്ളൂ. പണം കിട്ടാനുള്ള ബേസ് പണം എല്ലാം കിട്ടി. അത് വേണമെങ്കിൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ച സ്ഥിതിയിൽ ഈ 10% കൊടുക്കാതിരിക്കാം. പക്ഷെ ഞാനതല്ല ചെയ്തത്. ധനകാര്യമന്ത്രിയെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട്, ഞങ്ങളുടെ വകുപ്പിൽ കൺസൾട്ട് ചെയ്തിട്ട് അത് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ അവർക്ക് മാസം തോറും അത് കിട്ടുകയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് പറഞ്ഞു, പിന്നെ 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അത് ഇതിന്റെ വല്ല കുടിശ്ശികയാണ്. അല്ല, ഞാൻ പറഞ്ഞു നേരത്തെ കിട്ടാനുള്ളതായിരിക്കും. അപ്പൊ പണം ആളുകളുടെ അക്കൗണ്ടിൽ ചെല്ലുന്നുണ്ട്. ഏത് പണമാണെന്ന് അവർക്കറിഞ്ഞൂടാ, പക്ഷെ അക്കൗണ്ടിൽ കൃത്യമായി ഗവൺമെന്റ് കൊടുക്കാനുള്ള പണമെല്ലാം ചെല്ലുന്നുണ്ട്. ഇത് കിട്ടി. ഇനിയിപ്പം ശമ്പള പരിഷ്കരണത്തിന് ചെറിയൊരു ജോലി അവർക്കുള്ളൂ വാസ്തവത്തിൽ. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും വേറെ ഒരു കാര്യമില്ല. അത് നേരത്തെ ശമ്പള പരിഷ്കരണത്തിന്റെ ഉത്തരവ് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.